ഹലോ, ഇറ്റ്സ് മീ ജാസ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്ന നമ്മുടെ ബെസ്റ്റീസ് ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള രണ്ട് ബെസ്റ്റീസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ അന്ന് 5th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ പഠിക്കുന്നത്. അവരന്ന് 10th സ്റ്റാൻഡേർഡിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ വളരെ ആരാധനയോടുകൂടെ കണ്ടിരുന്ന ഫ്രണ്ട്ഷിപ്പായിരുന്നു അവരുടേത്. കാരണം അവരുടെ ആ ഒരു ഒന്നിച്ചുള്ള നടത്തവും സായമസരിട്ടങ്ങളെ പോലുള്ള ആ ഒരു നടത്തവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അതുപോലൊരു ഫ്രണ്ടിനെ എനിക്കും കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ അന്ന് വളരെ സൈലന്റ് ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ പറയത്തക്ക ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് വളരെ സുലഭമായിട്ട് ബെസ്റ്റീസിനെ കാണാമെങ്കിലും അന്ന് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരും അതേ ബസ്സിൽ തന്നെയാണ് പോകുന്നത്. ഞാനിങ്ങനെ അവരെങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു സംസാരമൊക്കെ ഞാൻ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അന്നും അതെ ഇന്നും അതെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്നാണ് ഇവരുടെ ബാക്കിൽ, ഇതിലൊരാളുടെ ബാക്കിൽ, ഒരാള് എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററാണ്, അവരുടെ യൂണിഫോമിന്റെ ബാക്കിൽ ഒരു തൊപ്പപ്പുഴു, ഞങ്ങളൊക്കെ തൊപ്പപ്പുഴു എന്നാ പറയാൻ, എനിക്ക് അറിയില്ല നിങ്ങൾ എന്താ പറയാന്ന്, എന്തായാലും ഒരു പുഴു. ആ പുഴുവിനെ കണ്ടപ്പോൾ ഞാനത് അവരോട് പറയണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ചേച്ചി, ഇതിലെ ബസ്സിൽ ഒരാള് ഇത് കാണുന്നത്. അപ്പൊ അവര് അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ പേടിക്കാനില്ല, അതിനെടുത്ത് കളയെ അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും പറയിച്ചിട്ട് അതിനെ എടുത്ത് അവർ ഒഴിവാക്കും എന്ന് വിചാരിച്ച് ഞാൻ നോക്കി നിൽക്കുക, ഇനി എന്താണ് സംഭവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവര് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. അവര് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പുഴുവിനെ കണ്ടതും അവര് ഒന്നും അറിയാത്ത പോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്ന, ബാക്കിലായിരുന്നു അവര്, ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്ന ആള് പെട്ടെന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയിട്ട് പുറത്തെ വിൻഡോ സൈഡിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഒന്നും അറിയാത്ത പോലെ നോക്കി നിൽക്കുക ചെയ്ത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇതെന്തിനാ ഈ ചേച്ചി ഇങ്ങനെ ചെയ്തത്? ഒന്നില്ലെങ്കിൽ മറ്റേ ചേച്ചിയോട് ഒന്ന് പറയെങ്കിലും ചെയ്യായിരുന്നു ഇങ്ങനെ പുഴു ഉണ്ട് എന്നുള്ളത്. അതുപോലും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറയാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ആരൊക്കെയോ അതിനെ കണ്ട് എടുത്ത് കളഞ്ഞു, ദൂരെ കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഈ ചേച്ചി ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ വന്ന് മറ്റേ ചേച്ചിയോട് ഒന്നും അറിയാത്ത പോലെ ഭയങ്കര ചിരിച്ചു കളിച്ചൊക്കെ സംസാരിക്കുന്നു. അത് കണ്ടപ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, എനിക്ക് ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ തരല്ലേ എന്ന്. ചില ആളുകൾ ഇങ്ങനെയാണ്, നമ്മുടെ കൂടെ ഉണ്ടാകും, പക്ഷെ ഇതുപോലെയുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് അവർ മെല്ലെ മാറി നിൽക്കുകയും ചെയ്യും. ശരിക്കുണ്ടായ സംഭവമാണ് കേട്ടോ ഇത്. എനിക്കത് അവരെന്താ ചെയ്ത കാര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്നും അത് മനസ്സിൽ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാ ചെയ്ത പ്രവൃത്തി അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അന്നും അതെ ഇന്നും അതെ. ഒന്നില്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞെങ്കിലും അതിനെ എടുത്ത് കളയിക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ചില ആളുകൾ അങ്ങനെയാണ്, നമ്മുടെ കൂടെ നമ്മുടെ സന്തോഷത്തിലുണ്ടാവും, നമുക്ക് ദുഃഖത്തിലുണ്ടാവില്ല. അവർ നല്ല നൈസായിട്ട് മാറിക്കളയും. പിന്നെ നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് അവർ വീണ്ടും ഉണ്ടാവും. ഇതിന് നമുക്ക് അവരുടെ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു ഫ്രണ്ടിന് നമുക്ക് ആവശ്യമില്ല. കൂടുതലായിട്ട് നമുക്ക് സങ്കടം വരുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ് വേണ്ടത്. ഇത് പറഞ്ഞപ്പം എനിക്ക് ഓർമ്മ വന്നത് എന്റെ BEd ലൈഫാണ്. ഞാൻ 2018-20 എന്റെ BEd കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഉണ്ടായിരിക്കുമല്ലോ. ആ ട്രെയിനിങ് സമയത്ത് ഞങ്ങൾക്ക് ഹൈസ്കൂളും അതുപോലെ തന്നെ UP സ്കൂളും നമുക്ക് പോകണം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. UP സ്കൂളിൽ പോയി നമ്മുടെ ആ ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു 2-3 മാസം നമുക്ക് അവിടെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വീറ്റ്സോ വല്ല ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ചോക്ലേറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ അവരുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് അവർ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരും. അപ്പൊ അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം അവരുടെ ആ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ടാണ് അവർ നമുക്ക് ആ ഗിഫ്റ്റ് തരുന്നത്. അവിടെ കൂടുതലും എനിക്കായിരുന്നു ആ ഒരു UP സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു, കാരണം എന്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളതിന്റെ. പക്ഷെ ഹൈസ്കൂളിലെത്തിയ സമയത്ത് എന്താണ്, എനിക്ക് ചില പേഴ്സണൽ ഇഷ്യൂസ് ആയതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് എന്റെ മക്കളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില പ്രോബ്ലംസ് കാരണം ആ സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫെയർവെൽ ഒക്കെ കഴിഞ്ഞ്, നമ്മുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഫെയർവെൽ ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് എന്റെ ഫ്രണ്ട്സിന് എല്ലാവരെയും അവരുടെ സ്റ്റുഡൻസ് കാണാൻ വരുന്നു, സംസാരിക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ഒറ്റ സ്റ്റുഡന്റ് പോലും എന്നെ കാണാൻ വന്നില്ല. എനിക്കത് കണ്ടപ്പം, അല്ലെങ്കിൽ എനിക്കത് അങ്ങനെയുള്ള ഒരു സംഭവം കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. കാരണം എന്നെ സംബന്ധിച്ച് എന്നെ ആരെങ്കിലും അവോയ്ഡ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ ഇവരുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്, ഇവർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ കാണാൻ എന്റെ ഒരൊറ്റ കുട്ടി പോലും വന്നില്ല എന്നുള്ളതാണ്. ഇവര് കിട്ടുന്ന ഗിഫ്റ്റൊക്കെ എനിക്ക് കാണിച്ചു തരുന്നു. ഞാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ആരോടൊന്നും പറയാനൊന്നും പോയില്ല കേട്ടോ. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക്
എന്റെ കുട്ടികൾ ആരും എന്നെ കാണാൻ വന്നില്ലാലോ, അവർക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ടാവില്ലാലോ. നമ്മൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിനെ കാണാൻ പോകും. പക്ഷെ ഇഷ്ടമില്ലാത്തവരടുത്തേക്ക് നമ്മൾ പോവുക പോലുമില്ല, നമ്മൾ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യുക പോലുമില്ല അല്ലെ. അതുപോലെ തന്നെ ഒരു പക്ഷെ എന്നെ ഒരു സ്ട്രിക്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഗൗരവ ടീച്ചറായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഞാൻ പിന്നെ ചിന്തിച്ചു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എല്ലാവരുടെ അടുത്തും നല്ല അറ്റാച്ച്മെന്റ് ആണ് എല്ലാ കുട്ടികളുടെ അടുത്തും അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവാറുള്ളത്. പക്ഷെ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പേഴ്സണൽ ഇഷ്യൂ കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ അവരെനിക്ക് നന്നായിട്ട് കെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനോ പറ്റാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമുക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് നമ്മളിൽ ഒതുങ്ങാന്നല്ലാണ്ട് മറ്റുള്ളവരുടെ അടുത്ത് നമ്മളത് കാണിക്കരുത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കാണ്ടിരിക്കരുത് എന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ആ ഒരു ദിവസം ലാസ്റ്റ് ഡേ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാനെന്തോ എഴുതുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്നുണ്ടാരോ ഷംന മിസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മരുഭൂമിയിൽ വെള്ളം കണ്ട പോലെ എനിക്ക് ഭയങ്കര സന്തോഷമായോ. എന്റെ ഒരു കുട്ടിയെങ്കിലും എന്നെ കാണാൻ വന്നല്ലോ. അപ്പൊ 2 കുട്ടികളായിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിലും ഗിഫ്റ്റും ഉണ്ട്, 2 ഗിഫ്റ്റും ഉണ്ട്. എനിക്ക് ഇവർ വന്നപ്പോ ഗിഫ്റ്റ് കണ്ടിട്ടല്ല, ഇവർ എന്നെ കാണാൻ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഫേസ് കണ്ടപ്പോ എനിക്ക് അത്ര ഒരു പന്തി തോന്നിയില്ല. കാരണം എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നി. കാരണം അവരുടെ ഫേസിൽ അത്ര സന്തോഷമൊന്നുമില്ല. എന്തായാലും ഞാൻ ആ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു, അവര് പോയി. പക്ഷെ പിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവർ ശരിക്കും വാങ്ങിച്ചു തന്നതല്ല. എന്റെ ഒരു ഫ്രണ്ട്, ട്രെയിനിങ്സില് ഒരു ഫ്രണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ആ ഗിഫ്റ്റ് 2 ഗിഫ്റ്റ് ആക്കി വാങ്ങിപ്പിച്ച് എന്റെ ക്ലാസ് കണ്ടുപിടിച്ച് അവിടുത്തെ കുട്ടികളെ കൊണ്ട് എനിക്ക് ഗിഫ്റ്റ് തരിക ചെയ്ത്. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ വന്നു. പക്ഷെ സന്തോഷം എന്ന് പറയാൻ കാരണം എന്നെ മനസ്സിലാക്കാൻ, ഞാനൊന്നും പറയാണ്ട് എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ടല്ലോ എന്നുള്ളത്. കാരണം എന്നെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ലെങ്കിലും എന്റെ ഫേസ് നോക്കി എനിക്ക് വിഷമമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പൈസ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ഗിഫ്റ്റ് വാങ്ങിപ്പിച്ച് എന്നെ സന്തോഷിപ്പിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ചിലരായിരിക്കും. എപ്പോഴും നമ്മുടെ കൂടെ കൈകോർത്ത് പിടിച്ച് നടക്കുന്ന ആളുകളൊന്നും ആവണമെന്നില്ല നമ്മളെ ഇതുപോലെ സന്തോഷിപ്പിക്കാന്. എന്റെ കൂടെ എപ്പോഴും കൈകോർത്ത് നടക്കുന്ന ഫ്രണ്ടൊന്നും അല്ല, എന്നാലും എന്നെ മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് മതി ശരിക്കും നമുക്ക്. അതൊരു വലിയ ജീവിതത്തിൽ ഇതുപോലെ മനസ്സിലാക്കാനുള്ള ഒരു ഫ്രണ്ട് നമുക്ക് ഉണ്ടാവാന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ ഒരു ആരായിക്കോട്ടെ, നമ്മുടെ കസിനോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സോ ആരായിക്കോട്ടെ, അങ്ങനെ ഒരാള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. മാഷാ അല്ലാഹ്. അതൊരു ഭയങ്കരമായിട്ട് ഞാനത് വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. നമ്മളെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞത് ദാറ്റ്സ് വെരി ഗുഡ് ആൻഡ് ദാറ്റ്സ് വെരി ലക്കി. അതുപോലെ ഒരാള് നമുക്ക് നമ്മുടെ ലൈഫിൽ വേണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും അറിയാനായിട്ട് ശ്രമിക്കണം. ചിലരുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ വിഷമത്തിലാണ്. ആ സമയത്ത് എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്കും അതൊരു സന്തോഷമായിരിക്കും. ചിലരുടെ സ്റ്റേറ്റസുകളിൽ എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ ഇമോഷൻ ആയിരിക്കും ഈ ഒരു സ്റ്റേറ്റസിൽ ഉണ്ടാവുക മിക്കവാറും. അപ്പോൾ അവരോട് ചോദിക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. അപ്പൊ അവര് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയും, ഇല്ലെങ്കിൽ അവർ പറയൂല. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതൊരു വലിയ സന്തോഷം, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ഒരാണെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ചെറിയൊരു സന്തോഷമെങ്കിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാന്ന് പറയുന്നത്, നമ്മളെ മനസ്സിലാക്കാൻ, നമ്മൾ പറയാണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ഒരാൾ ഉണ്ടാവാന്ന് പറയുന്നതും അതൊരു വലിയ കാര്യമാണ്. ഈ പറഞ്ഞാലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവാന്ന് പറയുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മളും അങ്ങനെ ആവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.